നമസ്കാരം. 2, 9, 5 ഭാവങ്ങളിൽ ചന്ദ്രനും ബുധനും നിൽക്കുന്നതിനാൽ സംഘഷഷ്ടി ചതുർത്ഥി നാളിൽ നവപഞ്ചമയോഗം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി തിഥി കൂടി കഴിഞ്ഞിരിക്കുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ചില രാശിക്കാർക്ക് വന്നു ചേരും. കൂടാതെ നവപഞ്ചമയോഗത്തോടൊപ്പം ശിവയോഗത്തിന്റെയും തൃക്കേട്ട നക്ഷത്രത്തിന്റെയും ശുഭകരമായ സംയോജനവും നടന്നിരിക്കുന്നതായ അവസരമാണ് ഇത്. അതിനാൽ തന്നെ ഈ അവസരത്തിൽ ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ശനിദേവന്റെ കടാക്ഷത്താൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഗണപതി സ്വാമിയുടെ കടാക്ഷവും ഇവർക്കുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ സ്ഥിതി അല്പം ശക്തമാകുന്ന സമയമാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ ഇന്ന് നേടുവാനോ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനോ അവസരങ്ങൾ വന്നു ചേരും. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിക്കുവാനോ സാധ്യത കൂടുതലാണ്. വാക്കാൽ ഉറപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ സ്വാധീന നിമിത്തം പല കാര്യങ്ങളും അനുകൂലമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. സന്തോഷം നിലനിൽക്കുന്നതായ സമയം. തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒരു പരിധിവരെ നീങ്ങുകയോ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ട് എങ്കിൽ അതിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അഭിനന്ദനം ലഭിക്കുവാനോ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുവാനോ സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ശനിദേവന് കടുകെണ്ണ സമർപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ഓം ഐൻ ഹ്ലീം ശ്രീ ശനേശ്വരായ നമഃ എന്ന ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ജപിക്കുവാൻ പ്രത്യേകം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് ഇന്നേ ദിവസം എന്ന് തന്നെ പറയാം. വരും ദിവസങ്ങളിലേക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്തു തീർക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട ജോലികൾ വന്നു ചേരുകയോ ആ ജോലികൾ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുവാനോ സാധിക്കും. ഈ സമയം ജോലിസ്ഥലത്ത് ആധിപത്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമൂഹികപരമായ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായും സജീവമായി തീരും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം തർക്കങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ്. എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് ഇന്നേ ദിവസം പോകരുത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സമയം ചെലവഴിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം ശനിദേവന്റെ കടാക്ഷത്താൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ വിവാഹിതരാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും.
അതിനാൽ തന്നെ ഈ നിമിഷം ധനപരമായ നേട്ടങ്ങൾക്കും ശുഭവാർത്തകൾ തേടി എത്തുന്നതിനും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രത്യേകിച്ചും ശനിദേവനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ശനി ചാലിസ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ്. വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുക തന്നെ ചെയ്യും. മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് സമയം. തുലാം രാശിക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കാം. കൂടാതെ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം, ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകാം. ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമയങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം. ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ യാത്രകൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. അത്തരത്തിൽ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില വാർത്തകൾ കേൾക്കാം. വളരെ അനുകൂലമായ ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം മനസ്സിലേക്ക് സന്തോഷം കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കുക. ശനിദേവന്റെ കടാക്ഷത്താൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാകുന്നു. ആത്മീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. തീർച്ചയായും ഇന്ന് അനുകൂലമായ ദിവസം തന്നെയാണ്. തീർച്ചയായും ഇന്നേ ദിവസം ശനിദേവനെ ആരാധിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. കാക്കയ്ക്ക് ഇന്നേ ദിവസം ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു. സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഈ ഒരു കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം ശനിദേവന്റെ കൃപയാൽ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുണ്ട്. ഇന്നേ ദിവസം സന്തോഷത്തോടെ തന്നെ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സംതൃപ്തി പ്രകടമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണ് എങ്കിൽ അവർക്ക് അർപ്പണബോധമുള്ളവരായി തുടരുന്നതാകുന്നു. അതിനുള്ള അവസരങ്ങൾ ശനിദേവൻ നൽകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം പോലും ലഭിക്കാം. പ്രതിരോധശേഷി ശക്തിപ്പെടുന്നതായ അവസരം. കൂടാതെ വാഹനം, വസ്തു, ഭൂമി തുടങ്ങിയവ വാങ്ങുവാനുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് യാഥാർത്ഥ്യമാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങൾക്കുള്ള ധനപരമായ നേട്ടങ്ങൾ, ധനം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരത്തിൽ കുടുംബവുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം ശനിദേവന് എള്ള് സമർപ്പിക്കുകയും ആ എള്ള് ഇന്നേ ദിവസം കാക്കയ്ക്ക് നൽകുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക.